നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഘടക കക്ഷികളെ എങ്ങനെ പറിച്ചെടുത്ത് UDF-ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ മാപ്രകളൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ എങ്ങനെ അങ്ങ് അടർത്തിയെടുക്കാം എന്നാണ് ഗൂഢാലോചന നടത്തുന്നത്. അതിന്റെ ഭാഗമായി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ കേരള കോൺഗ്രസ് എം നമ്മുടെ LDF-ലേക്ക് വന്നത് മുതൽ പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്, പൊട്ടിത്തെറിയാണ്. സീറ്റിന്റെ പേരിൽ ഇപ്പോ LDF വിട്ട് UDF-ലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞതും നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ്. എന്ത് ആധികാരികതയാണ് അത്ര വിഷയങ്ങളുള്ളത്, എന്ത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണപ്പ, ഞങ്ങൾ വാർത്ത കൊടുക്കും. ഞങ്ങളടുത്ത് എങ്ങനെ എവിടുന്ന് കിട്ടിയെന്നൊന്നും ചോദിക്കരുത്. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരണമൊക്കെ രേഖപ്പെടുത്തി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റി പറയും. ഒരു ഉളുപ്പില്ല ഹേ എന്ന് പറയാനും ഒരു ഉളുപ്പില്ലാത്ത ടീമുകളാണ്. അങ്ങനെ വീണ്ടും കേരള കോൺഗ്രസ് എമ്മിനെതിരെ ഒരു വ്യാജ വാർത്തയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ് കേട്ടോ ഇത്തവണ കൊടി പിടിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഇടുക്കി CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ രൂക്ഷ വിമർശനം നടന്നു എന്ന് പറഞ്ഞാണ് രാവിലെ മുതൽ കൊട്ടി ആഘോഷിക്കുന്നത്. ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഞങ്ങൾക്ക് മാത്രം കിട്ടിയതാണ്, ഈ വാർത്ത ഞങ്ങളുടെ അടുത്ത് മാത്രം ഹേ എന്നൊക്കെ പറഞ്ഞാണ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഗീർവാണം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ, ട്രീ കട്ടർ ചാനൽ പുറത്തുവിട്ടത്. ട്രീ കട്ടർ ചാനലിന്റെ ആ വാർത്ത ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ഘടകകക്ഷികൾക്ക് വലിയ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ അവരോട് വലിയ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ പൊട്ടിത്തെറിയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ മാപ്രകൾ മെനഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ വാർത്ത തയ്യാറാക്കുന്ന വിധം ഇങ്ങനെയാണ്. ആദ്യം തന്നെ ഒരു മനോഹരമായിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തലക്കെട്ട് കൊടുക്കുക എന്നതാണ് ആദ്യത്തെ പണി. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: CPIM ഇടുക്കി ജില്ലാ സമ്മേളനം, മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിമർശനം. അത് കഴിഞ്ഞാൽ പിന്നെ മനോഹരമായിട്ട് കുത്തിത്തിരിപ്പ് എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോ രണ്ടാമത്തെ കാര്യമായിട്ട് അവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ CPM-ന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. ശ്രദ്ധിക്കുക, രൂക്ഷ വിമർശനം. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിച്ചാലാണ് ഒരു ഭംഗി ഉണ്ടാകുള്ളൂ. റോഷി വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന മന്ത്രി എന്നായിരുന്നു പ്രതിനിധികളുടെ വിമർശനം. കേരള കോൺഗ്രസ് മുന്നണിയിൽ എത്തിയിട്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ലെന്നും വിമർശനം ഉയർന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിച്ചില്ലെന്നും ഒക്കെ പ്രതിനിധികൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് എവിടുന്ന് കിട്ടി, ഇതിന് വല്ല തെളിവുണ്ടോ, വീഡിയോ തെളിവുണ്ടോ എന്നൊന്നും ചോദിക്കരുത് മാപ്രകളുടെ അടുത്ത്. അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചോദിക്കരുത്. ഞങ്ങൾ ഇങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പാടും എന്നതാണ് അവരുടെ നിലപാട്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. കേരള കോൺഗ്രസ് എം LDF-ലേക്ക് വന്നിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതല്ല ശരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് എം LDF-ലേക്ക് വന്നിട്ട് ഒരു കുത്തിത്തിരിപ്പ് വാർത്ത കൊടുക്കാൻ പോലും സ്കോപ്പ് മാധ്യമങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വേണം എടുത്തു പറയാൻ. കാരണം കേരള കോൺഗ്രസ് എമ്മിനെതിരെ ഈ പറയുന്ന കേരള കോൺഗ്രസ് എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങനെ തല്ലി തകർക്കാൻ വേണ്ടി ഓരോ കുത്തിത്തിരിപ്പ് വാർത്ത പ്രചരിപ്പിക്കുമ്പോഴും ഓരോരോ ആളുകൾ വന്ന് പൊളിക്കുമല്ലോ. അങ്ങനെ ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ വ്യാജ വാർത്ത പൊളിച്ചത് വേറെ ആരുമല്ല, AH ഹഫീസ് ആണ്. AH ഹഫീസ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണെന്ന് അറിയാം. ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തി അദ്ദേഹം നന്നായി തന്നെ പ്രതികരിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റ് അതുകൂടി വായിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ ആ വ്യാജ വാർത്തകൾ എങ്ങനെയാണ് പൊളിഞ്ഞടങ്ങുന്നത് എന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. AH ഹഫീസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാനത് വായിക്കാം. കോഴിക്കോട് CPM ജില്ലാ സമ്മേളനം നടക്കുന്നു. റിപ്പോർട്ടർ ചാനലിലെ സൈറം മുഴങ്ങുന്നു. ബിഗ് ബ്രേക്കിംഗ്. അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി M ഗിരീഷിനെ തിരഞ്ഞെടുത്തു എന്നതായിരുന്നു വാർത്ത. അതെ, ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണ് എന്നവർ അഭിമാനം കൊണ്ടു. അരമണിക്കൂർ കഴിഞ്ഞില്ല, അടുത്ത സൈറൻ. ഇത്തവണ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒരു വനിതയായിരുന്നു. കൂട്ടത്തിൽ KK ലതിക സഖാവിന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ടായിരുന്നു. സമയം കുറച്ചുകൂടി മുന്നോട്ട് പോയി. മൂന്നാമത്തെ സൈറൻ. അപ്പോഴേക്കും മറ്റു ചാനലുകൾ യഥാർത്ഥ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. സാക്ഷാൽ മെഹബൂബ് സഖാവ് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതായിരുന്നു വാർത്ത. സൈറൻ അടിച്ച് ഇവർ വാർത്ത പറയുമ്പോഴേക്കും സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഈ വാർത്ത വൈറലായി മാറിക്കഴിഞ്ഞിരുന്നു. അന്ധൻ ആനയെ കാണുന്നത് പോലെ ആനയ്ക്ക് കാല് 5 6 പറഞ്ഞ് ആനയുടെ തുമ്പിക്കൈയിലും ആസ്ഥാനത്തും പിടിച്ചു നോക്കുന്ന പോലെയാണ് CPM ജില്ലാ സമ്മേളനത്തെ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യമല്ല എന്നറിഞ്ഞിട്ടും ചിലർ ഇത് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ അരുൺകുമാറിന്റെ സന്തോഷം റോഷി അഗസ്റ്റിനെ CPM ജില്ലാ സമ്മേളന പ്രതിനിധികൾ വിമർശിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നേതാക്കളെയും ഭരണാധികാരികളെയും വിമർശിക്കാൻ തന്നെയാണ് ഇത്തരം സമ്മേളനങ്ങൾ എല്ലാ പാർട്ടികളും നടത്തുന്നത്. ആരും വിമർശനത്തിന് അതീതരല്ല. പക്ഷേ ഇല്ലാത്ത വിമർശന വാർത്ത കൊണ്ടുവരുമ്പോൾ കട്ടപ്പനയിലെ ശുദ്ധജല വിതരണ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പ്രതിനിധികൾ അഭിനന്ദിച്ചു എന്നുള്ള യഥാർത്ഥ വാർത്തകൾ ഇവർ മൂടിവെക്കുകയാണ്. ഞങ്ങൾ CPM-നെ വിമർശിക്കാറുണ്ട്, ഞങ്ങൾ CPI-യെ വിമർശിക്കാറുണ്ട്, ഞങ്ങൾ വനം വകുപ്പിനെയും
വനമന്ത്രിയെയും പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാറുണ്ട്. അവർ ഞങ്ങളുടെ ശത്രുക്കൾ ആയതുകൊണ്ടല്ല, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ എതിരാളികളോ മാധ്യമങ്ങളോ അവരെ ആക്രമിക്കാൻ വന്നാൽ മറ്റാരേക്കാൾ മുമ്പിൽ കേരള കോൺഗ്രസിന്റെ പോരാളികൾ ഉണ്ടാകും. ഞങ്ങൾ അവർക്ക് കവചം തീർക്കും. ജില്ലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏറെ മുന്നിലാണ്. നാടുകടത്താൻ അരിക്കൊമ്പന് കയറ്റിക്കൊണ്ടുപോയ റോഡുകൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. കാരണം ആ വികസനങ്ങൾ മൂടിവെച്ച് മാധ്യമങ്ങൾക്ക് അരിക്കൊമ്പന്റെ യാത്ര ലൈവായി കാണിക്കേണ്ടി വന്നപ്പോൾ അറിയാതെയാണെങ്കിലും കേരള മനസാക്ഷിയുടെ മുന്നിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കേണ്ടതായി വന്നു. ഇടുക്കി ജില്ലയുടെ മുക്കിലും മൂലയിലൂടെയും സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ നാടിന്റെ റോഡും കുടിവെള്ളവും സ്കൂളുകളും അംഗനവാടികളും അടക്കമുള്ള എല്ലാ രീതിയിലുള്ള വികസനങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. അവിടെയാണ് ഇടുക്കിയിൽ വികസനമില്ല എന്ന് പറഞ്ഞ് കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ ചിലർ കരഞ്ഞു തീർക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ കേരള കോൺഗ്രസ് നേതാവായിരുന്ന സാഹചര്യത്തിൽ വാർത്തയ്ക്ക് വേഗത കൂടും. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നതിന് ഒരു സ്ഥാനമുണ്ടായിരുന്നു മനുഷ്യ ഹൃദയത്തിൽ. അതില്ലാതാക്കരുതേ എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ മാന്യനാണ്, സൗമ്യനാണ്, അഴിമതിയുടെ കറപുരളാത്ത കരങ്ങളുള്ള പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ് എന്ന് കരുതി ഏത് മാധ്യമക്കാരനും കയറി വെറുതെ തോന്നിയെടുത്ത് ചെരഞ്ഞിട്ട് പോകാം എന്ന് കരുതിയാൽ അവിടെ തെറ്റും കേട്ടോ എന്ന് തന്നെയാണ് നമ്മുടെ AH ഹഫീസ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും വലിയൊരു അടി റിപ്പോർട്ടർ ചാനലിന് കൊടുക്കാനില്ല. അരുൺകുമാറിനും ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റോഷിക്കും കൊടുക്കാനില്ല. റോഷി നമ്മുടെ കോൺഗ്രസ്സുകാരുടെ പെറ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, പഴയ KSUക്കാരനാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ. എന്തായാലും ഇത്തരം നിരന്തരം വ്യാജ വാർത്തകളൊക്കെ ഈ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അപ്പപ്പോ തന്നെ പൊളിഞ്ഞു പോകുന്നുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള പല കിടുതാപ്പുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഈ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് ഈ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സർക്കാരിനൊപ്പം നടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുരുപൊട്ടും. അതിന് തർക്കമൊന്നുമില്ല. അങ്ങനെ കുരുപൊട്ടി ഒലിക്കുമ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അതിനെതിരെ രംഗത്ത് വരാനും അതിനെതിരെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ഇത്തരത്തിൽ പോസ്റ്റ് ഇടാനും ഒക്കെ നട്ടലുള്ള ചില ആളുകൾ, ചില നേതാക്കൾ, ചില പോരാളികൾ ആ പാർട്ടിയിലും ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത് എന്നാണ് പറയാനുള്ളത്. മാത്രമല്ല, അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഈ ജില്ലാ സമ്മേളനം ആരംഭിച്ചത് മുതൽ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഭയങ്കര പ്രശ്നമാണ്. സർക്കാരിനകത്ത് ഭയങ്കര പ്രശ്നമാണ്. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രിക്കെതിരെ, അതുപോലെ തന്നെ എല്ലാ MLA-മാർക്കെതിരെ, MP-മാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഇവർ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ടോ? അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ശരിവെക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചുകൊണ്ട്, ഏതെങ്കിലും CPM-ന്റെ നേതാവോ CPM-ന്റെ പ്രവർത്തകനോ ഈ വിഷയത്തെ പ്രതികരിച്ചുകൊണ്ട് അത് ശരിയാണ് മാധ്യമങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇവർ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വലിയ പ്രശ്നങ്ങളാണ്. ഈ സർക്കാർ ഇപ്പൊ താഴെ ഇറങ്ങും, താഴെ വീഴും, ഒരു പിന്തുണയും പാർട്ടിക്കാർക്കിടയിൽ നിന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് വരകളൊക്കെ നടക്കട്ടെ. വരയ്ക്കും തോറും ഇങ്ങനെ അറിയാമല്ലോ, വെള്ളത്തിൽ വരയ്ക്കുന്ന വര എങ്ങനെയായിരിക്കും, അങ്ങനെ മാഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.